ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മരിച്ചവന്റെ വ്യാകുലതകൾ എന്ന് പറയുന്ന കവിതയിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്: വന്നെത്തി നോക്കി പോകുന്നവരോടൊക്കെ ഇരിക്കാൻ പറയണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ എൻ്റെ താടിയും തലയും കൂട്ടിക്കെട്ടിയിരിക്കുകയല്ലേ. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, മഴ നനയണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ എൻ്റെ പെരുവിരൽ രണ്ടും കൂട്ടിക്കെട്ടിയിരിക്കുകയല്ലേ. മഴ പെയ്ത് തോർന്ന ശേഷമുള്ള മണ്ണിൻ മണം വലിച്ചു കയറ്റണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾ എൻ്റെ മൂക്കിൽ പഞ്ഞു വെച്ചിരിക്കുകയല്ലേ. ഒരു മരിച്ചവൻ്റെ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നവൻ്റെ വ്യാകുലതകളാണിത്. പലപ്പോഴും മരണമെന്ന് പറയുന്നത് പലപ്പോഴും ഒരു കെട്ടപ്പെട്ട അല്ലെങ്കിൽ കൂട്ടിക്കെട്ടിയതിൻ്റെ അവസ്ഥയാണ്. നമുക്കൊന്നും ഇനിയും ചെയ്യുവാനായിട്ടില്ല. നമ്മുടെ ജീവിതങ്ങൾ ഏകദേശം തീർന്നു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് തന്നെ ഇല്ല. എന്നാൽ യാക്കോബ് ശ്ലീഹ ഇപ്രകാരം 4:14 രേഖപ്പെടുത്തുന്നുണ്ട്: നാളെ എന്ത് സംഭവിക്കുമെന്ന് അവർ അറിയുന്നില്ല, എന്തെന്നാൽ നമ്മുടെ ആയുസ് എന്ത്? അത് അല്പനേരം കാണപ്പെടുകയും പിന്നെ മാഞ്ഞ് ഇല്ലാതായിരിക്കുകയും ചെയ്യുന്ന ആവിയാകുന്നു. അപ്പോൾ നമ്മുടെ ആയുസ് എപ്പോഴാണ്, എങ്ങനെയാണെന്ന് നമുക്ക് യാതൊരു അറിവുമില്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യങ്ങൾ എന്താണ്? സ്നേഹമാണോ വെറുപ്പുകളാണോ നമ്മൾ സമ്പാദിച്ചേക്കുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. മരണപ്പെട്ടു കഴിഞ്ഞാൽ കാലും താടിയും കൈവിയും എല്ലാം കെട്ടിവെച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ആരോടും ഇരിക്കാൻ പറയണമെന്ന് സാധിക്കുകയില്ല, ചിരിക്കുവാനായിട്ട് പറ്റത്തില്ല, സന്തോഷിക്കുവാനായിട്ട് പറ്റത്തില്ല. നമുക്കിനി ഒന്നും ആർക്കും ഉപകാരങ്ങൾ പോലും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ചെയ്യാനുള്ളതെല്ലാം കർത്താവ് തരുന്ന ആയുസ്സിന്റെ നാളുകളിൽ ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കണം. ആരെയും ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് വെറുപ്പിക്കുവാനായിട്ട് നമുക്ക് ഒരുക്കരുത്. ആരെയും വേദനിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ഈ ചെറിയ ആയുസ്സിൽ നമ്മൾ എന്തിനാണ് മനുഷ്യരെ വെറുപ്പിക്കുന്നത്, മനുഷ്യരെ വേദനപ്പെടുത്തുന്നത്? നമുക്ക് എല്ലാവരെയും സ്നേഹിച്ച് ഒരുപോലെ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം. എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. ഇപ്രകാരം സുറിയാനി സഭയുടെ വാങ്ങിപ്പോയവരുടെ കുക്ലിയൻ ഇപ്രകാരം പാടുന്നുണ്ട്: മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും, പുല്ലിന് തുല്യം നരനുള്ള നാളുകൾ ഹാലേലുയ്യ, പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ. അതുകൊണ്ട് പൂത്ത് നിൽക്കുന്നതായിട്ടുള്ള ചെടികൾ അത് ചിലപ്പോൾ, അല്ലെങ്കിൽ പൂത്ത് നിൽക്കുന്നതായിട്ടുള്ളത് എന്തും അത് വാടിപ്പോകുന്നൊരു സമയമാണ്. അതുകൊണ്ട് വാടിപ്പോകുന്നതിന് മുൻപ് നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്രകാരമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ല പ്രഭാതം ആശംസിക്കുന്നു, നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.